എക്സ്പീരിയൻസ് ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ രസമായിട്ട് അതിൻ്റെ ബിജിഎം മേക്കിംഗ് സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ട് എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് പുതിയ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടർ നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള തുടങ്ങി തീർന്നു. ഈ പ്രായത്തിൽ ഇടയ്ക്ക് ഈ സൗണ്ടൊക്കെ കാരണം നമ്മൾക്ക് പേടിച്ചു എല്ലാവരും നന്നായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ സ്ക്രീനിൽ കണ്ടപ്പോൾ? അറിഞ്ഞോ? പിന്നെ ഇവരുടെ സീനൊക്കെ കണ്ടപ്പോൾ ചിരി ഇതൊക്കെ ഭയങ്കര പേടിച്ചുപോയി. ഓക്കെ, ഇതിൻ്റെ ഗംഭീരമായിട്ടുള്ള എഫേർട്ട് മനസ്സിലാവുന്നുണ്ട്. ബ്രോ, എന്താണ് പറയാനുള്ളത് സാഹചര്യത്തിൽ? അവരോട് ഇഷ്ടമായി കണ്ടിട്ട്. കാര്യം നമ്മൾ ആദ്യം കഥയായിട്ട് കേട്ട് പിന്നെ വായിച്ചു. ഷൂട്ടിംഗ് സമയത്ത് അഭിനയിക്കുന്ന സമയമാണെങ്കിലും നമ്മൾ നമ്മളുടെ പോർഷൻസ് മാത്രമാണ് കാണുന്നത്. ഞാനും അഖിലായിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാം കണ്ടെങ്കിലും ഈ പടം ടോട്ടലി ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ടെക്നിക്കലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തതിൻ്റെ ഒരു എക്സലൻസ് ശരിക്കും എന്ന റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആദ്യം നമ്മൾ അവിടെ കാണുമ്പോഴും ഡബിന് കാണുമ്പോഴും ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ സീൻ എങ്ങനെയാവും, അത് നമുക്ക് എന്തോരം എഫക്റ്റ് ആവും, കാണുന്ന പ്രേക്ഷകന് എന്തോരം എഫക്റ്റ് ആവും എന്ന് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തത്തിൽ മാറി. ഇവിടെ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ചെയ്ത ഒരു ബഡ്ജറ്റും നമ്മൾ എന്തോരം ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊരു ലിമിറ്റേഷനിൽ എന്നാ ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. പ്രേക്ഷകന് അത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കത് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് എന്താ പറയുക സന്തോഷവും റെസ്പെക്റ്റിങ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തവരും, എഴുതി ഡയറക്റ്റ് ചെയ്ത നന്ദുവിനോടും, ക്യാമറ ആർട്ടും അഭിനയിച്ച ഓരോരുത്തരും, മോനും അഖിലയും ശർമാജിയും മുത്തശ്ശിയും എല്ലാവരുടെയും എഫേർട്ട് ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇനി പ്രേക്ഷകർക്ക് ഇഷ്ടമാവണം, അതിന് വേണ്ടിയിട്ടാണുള്ള വെയിറ്റിംഗ്. ഇത് ശരിക്കും തിയേറ്ററിലല്ല, OTT റിലീസ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ചുമ്മാ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസിലാണെങ്കിലും റെസ്പോൺസ് വരുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം ദയവ് ചെയ്ത് റെസ്പോൺസ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക. അത് അധികം ആൾക്കാരിലോട്ട് എത്താനായിട്ട് സഹായിക്കും. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ എടുത്ത എഫേർട്ടിനെല്ലാം കിട്ടാവുന്ന പേ ബാക്ക്. ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, അഖില, എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഡിഫറെൻറ്റ് ടൈം ലൈൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഭാര്യയാവും, പിന്നെ അമ്മയാവും. അപ്പോൾ ആ ടൈം ലൈനിലൊക്കെ ഒരു ഇത്രയും കാലഘട്ടം ചെയ്യാത്തൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറുടെയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാരക്ടറായിരുന്നു ലീല എന്ന് പറയുന്ന ക്യാരക്ടർ. ഇതിന് മുന്നേ ഉള്ള പടങ്ങളിലായാലും എനിക്ക് ഇത്രയും ഇമോഷൻസ് പെർഫോം ചെയ്യാൻ ഇത്രയും എന്താ പറയുക ആ ക്യാരക്ടേഴ്സിനും ഇത്രയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ എനിക്ക് എല്ലാ ഇമോഷൻസും പെർഫോം ചെയ്യാൻ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടായിരുന്നു. എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? എഫേർട്ട് പറയുന്നത് ഒരുപാടുണ്ട്. എല്ലാവരും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ലീലാമ്മയാണ്. ലീലാമ്മ ആ മുടിയും നഖവും പല്ലും ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ളൊക്കെ റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കാണാനുള്ള പ്രേക്ഷകരോട്